ജോർദാനിലാണെങ്കിൽ ജോർദാൻ സർക്കാരും ഔദ്യോഗികമായി തന്നെ ഈ മിസൈലുകൾ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അയൺ ഡോം സിസ്റ്റം, അതോടൊപ്പം തന്നെ താഡ് സംവിധാനം, ഇതെല്ലാം ഇസ്രായേലിലുമുണ്ട്. ഇതൊക്കെയും മറികടന്നുകൊണ്ട് പോലും വളരെ കൃത്യതയിൽ ഈ മിസൈലുകൾ ഇറാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിക്കാൻ സാധിക്കുന്നു എന്നത് ഒരുപക്ഷെ ഈ യുദ്ധതന്ത്രങ്ങൾക്ക് ഇസ്രായേൽ കണക്കുകൂട്ടിയ ആ കണക്കുകൂട്ടലുകൾക്ക് പോലും അതീതമായിട്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈനികമായിട്ടുള്ള ഒരു വെല്ലുവിളിയിലൂടെ ഒരു രാജ്യത്തെ കീഴടക്കാമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഖാംനയിയും അതോടൊപ്പം തന്നെ ഇറാൻ നേതൃത്വവും നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആയത്തുല്ല അലി ഖാംനയെ വധിക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യമാണ്. അതിലേക്ക് തന്നെ തങ്ങൾ നീങ്ങുമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഇന്നലെയും വെളിപ്പെടുത്തിയത്. നെതന്യാഹുവും ഏറെക്കുറെ അതിനെ ശരിവെക്കുകയാണ്. അമേരിക്കയും ഖാംനയിയാണ് പ്രതിസന്ധി, ആ ഖാംനയെ മാറ്റണം, അല്ലെങ്കിൽ നിരുപാധികം ഇറാൻ നേതൃത്വം കീഴടങ്ങണമെന്ന ആ ഒരൊറ്റ നിബന്ധനയിലും ഉപാധിയിലുമാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വിയന്നയിൽ നിന്ന് ചർച്ച നടക്കുന്നു എന്നത് ശരിയായിരിക്കാം. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സമവായത്തിലേക്ക് വരാൻ സാധ്യതയുള്ള 2 ആഴ്ചക്കാലത്തെ സമയപരിധിയാണ് ഇപ്പോൾ അമേരിക്ക ഇറാന് നൽകിയിരിക്കുന്നത്. ആ 2 ആഴ്ചക്കുള്ളിൽ ശരിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന പരോക്ഷമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അമേരിക്ക നൽകുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇറാന്റെ ഫോർദോ, അതോടൊപ്പം തന്നെ നതാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്ററുകൾ, ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഈ 2 ആഴ്ചത്തെ സാവകാശം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൈഫുദ്ദീൻ, ഇസ്രായേലിന്റെ വ്യോമാക്രമണം നിർബാധം തുടരുന്നതിനിടയിലും ഒരിടത്ത് ഈ സമവായ സാധ്യതകൾക്കുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴും ഒട്ടും പിറകോട്ടില്ല എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ 1 മണിക്കൂറിനിടയിലും ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ, ബീർഷേബ അടക്കമുള്ള ഭാഗങ്ങളിൽ ഇസ്രായേലിന്റെ മിസൈൽ പതിച്ചിരിക്കുന്നു. ആളപായം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ വിവിധ ഭാഗങ്ങളിൽ ബീർഷേബയിലടക്കം കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം ഇസ്രായേൽ ദേശീയ മാധ്യമങ്ങളൊക്കെ സമ്മതിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് MC നാസർ നൽകിയത്.